തമിഴ്നാട്ടിൽ ഒരാളുണ്ടത്രേ, ലോകഭസ്മം കൊണ്ടുള്ള ഒരു ചികിത്സ. ആൾക്ക് മാറിയിട്ടുണ്ടെന്നാ കേൾവി. എനിക്ക് വേണ്ട ദുർഗെ, ഞാൻ 2 ചായ കഴിഞ്ഞു. രവിയുടെ ഭാര്യയ്ക്ക് എന്തോ ഉദ്യോഗമില്ലേ? കോളേജ് പഠിപ്പിക്കുക, നടക്കാരുടെ കോളേജില്. ഹലോ, ആരെ ആരെ? ദുർഗെ, കോഴിക്കോടുന്ന് മാലിനിക്ക. അതാ വരണ്ട്. നിൽക്ക്. ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇനിയും എല്ലാവർക്കും ചായ സൽക്കാരം വേണമെന്നില്ല. കല്യാണ വീട്ടിലേക്ക് എല്ലാം വരണമെന്ന് നിന്റെ അച്ഛമ്മങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതാ വരണു. എനിക്കാണോ? രാജേന്ദ്രൻ. ഹലോ. ഫൈൻ. ഇന്നലെ ശരിക്കും ഉറങ്ങി. ഹി അപ്പിയേഴ്സ് ടു ബി വെരി റിലാക്സ്ഡ്. ഫാദർ അലക്സിനെ കണ്ടോ? ശരി, വരാം. അവർക്ക് ഈ സിറ്റുവേഷൻ അറിഞ്ഞൂടെ? ശരി. കോളേജിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. നാളെ പോണം. ഉദ്യോഗത്തിന്റെ കാര്യല്ലേ? പോവാ. ശനി ഞായർ വരാലോ. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, ഒക്കെ ദൈവത്തിന്റെ കയ്യിലാത് വെച്ചോളൂ. കുമാരൻ നായരെ, അപ്പൂന്റെ അളിയന്റെ നമ്പറാ, തിരുപ്പൂരില്. ഒരു വിവരം പറയാനാ, ഒന്ന് വിളിച്ചാലോ? അതെ, ദൂരം വഴിക്ക് വിളിച്ച് അതിൽ കിട്ടില്ല. കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കണമൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ യന്ത്രം അങ്ങനത്തതാ, കേസ് വെപ്പിച്ചത്. ഫാദർ പറഞ്ഞിട്ടൊന്നും പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. അതിനെന്താ? ഇവിടെ ഒറ്റയ്ക്ക്. ഇളനീരാണ്. എഴുത്തിനിക്ക് വേണോ? കൊണ്ടുവരാൻ. വേണ്ട. ദുർഗയെ കണ്ടിട്ടില്ലേ മാലിനി മുമ്പ് വന്നപ്പോ? ഇല്ല, അന്ന് ഞാൻ വന്നപ്പോഴേക്ക് രവീട്ടിനും എഴുത്തിനും പോയിരുന്നു. നോക്കൂ, ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ? വേണ്ട, പിരിച്ചുവിടാൻ അവരൊരു കാരണം കാത്തിരിക്കുക. 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂവിലുണ്ടാവും. പോയി ജോയിൻ ചെയ്തോളൂ. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഇവിടെ ഞങ്ങളെല്ലാരും ഇല്ലേ രവീട്ടിനെ നോക്കാൻ? ഈ ദുർഗയുടെ അച്ഛനെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചു തന്നു. നമ്മുടെ ഒരു കസിനായിരുന്നു. മൂപ്പര കഴുത്തിൽ കയറിയെന്ന് ഞാൻ ഒരുപാട് ഉത്സവപ്പറമ്പുകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ വെരി ലവിങ് ക്യാരക്ടർ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദുർഗ, ഞാനിവിടെ ഇരുന്നോളാം. മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ചെറിയമ്മ. ഇപ്പൊ ഇവിടെയില്ല. ടെമ്പററി വേക്കൻസിയിൽ ഒരു 8 മാസം ഉണ്ടായി. ഇപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയും ഞാനും തന്നെ. ഓ, തെക്കുന്ന് മാറ്റം വന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അതാണോ ചോദിച്ചത്? എഴുത്തിനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് 2 ആളും വരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ചെറിയച്ഛൻ നേരിട്ട് വന്ന് ക്ഷണിച്ചു. വരണം എന്ന് നിശ്ചയിച്ചതായിരുന്നു. എന്തോ പെട്ടെന്ന് തിരക്ക്, എവിടേക്കോ പോവേണ്ടി വന്നു. ഡൽഹിയില്. പിന്നെ വിവരറിഞ്ഞു. ശരിയാ, എല്ലാ തിരക്കും ഒഴിവാക്കി വന്നത് ഇപ്പോ ഈ അവസ്ഥയില്. ഈ ബസ് 7:30 എന്ന് പറഞ്ഞാൽ 7:30. ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളില് ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ഞാൻ ബസ്സിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതില് പോവാം.
ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്കൊരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവിയേട്ടന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു ഇത്ര ആദ്യവസാനം. ഏടത്തിമ്മയുടെ ക്ലാസ്മേറ്റാ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ? കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവര. ലീവിന്റെ കാര്യം മാലിനി പറഞ്ഞപ്പോ പൊക്കോളാൻ ഞാനും പറഞ്ഞു. പക്ഷെ പോകുന്നു ഞാൻ വിചാരിക്കണ്ടായില്ല. അവൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാൽ പോട്ടേന്ന് വെക്കും, അല്ലാണ്ടതാ. രവിയേട്ടനും വല്ലതും പറ്റിയ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്? എന്താ വേണ്ടത്? വിളിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും വേണോ? കുറച്ച് നടക്കണം തോന്നി. അത് വേണോ രവി? ദുർഗെ, നീയും കൂടി ചെല്ലേ. ദൂരത്തേക്കൊന്നും പോകണ്ട. ഈ മുറ്റത്ത് പതുക്കെ നടന്നാ മതി. മടങ്ങിക്കോളൂ. കുറച്ചു ദൂരം. മേല് വേദനയുണ്ടോ? വേദനിക്കുന്ന ഈ ശരീരം വേറെയാണ്. അത് ഞാനല്ല എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാൽ സഹിക്കാം. രമണ മഹർഷിയുടെ എൻഡിൽ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, അതിന് കഴിയില്ലല്ലോ. ആളുമാൻ ഇടിമിന്നലേറ്റ് മരിച്ചത് ഞാൻ പത്രത്തിലാണ് വായിച്ചത്. ഒരു സെക്കൻഡ് കാത്തിരിപ്പില്ല, ഭയമില്ല. കാറ്റില് വിളക്ക് കിടന്ന പോലെ ഒറ്റ സെക്കൻഡില്. അന്ന് രവിയേട്ടന്റെ MA പരീക്ഷ നടക്കുകയായിരുന്നു. വരണ്ടാന്ന് ഞാനാ എഴുതാൻ പറഞ്ഞത്. കുറച്ചിരിക്കട്ടെ. ഇത്തിരി നേരം ചാരി ഇരുന്നോളൂ. രവിയേട്ടന് 10ാം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ 3 പുസ്തകങ്ങളുണ്ട്. അതെന്റെ കയ്യിലാ. യുവകേരളം ഒരു മാസിക നടത്തിയിരുന്നില്ലേ മുമ്പ്? 5 മാസം ഒരു ചങ്ങാതിക്ക് 9,000 രൂപ നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. രവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്ക് അറിയും. നിന്റെ ചൂട് വയ്ക്കുന്നതായിരുന്നു ഭീഷണി. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടന്റെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യക്ഷരം അറിഞ്ഞാലോന്ന് സംശയം. എന്നിട്ട് ഹേമായിട്ട് അച്ചടിച്ച് വരികയും ചെയ്തു. ഏയ് അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കവിത. കവിയാകാൻ ചക്രശ്വാസം വലിച്ച് നടന്ന കാലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി. ശരിയാണ്, ഉണ്ട്. അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു.
വിളയൂര്. ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ? അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗാന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്തിരി ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, വെയിലാറിയിട്ട്. എവിടേക്ക്? കേട്ടിറക്കൊന്നും ഇല്ലാത്ത വഴിയാണ്. നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം. നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന കൊണ്ടും ദിവസം നീട്ടിക്കിട്ടില്ല കുട്ടി. വയ്യ. പഴയ നോട്ട് ബുക്കുകൾ ഒന്ന് നോക്കണം. പലതും ക്രൂരമായിരിക്കും, എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിനഗാധമാം നീലിമയിൽ. ഓ, കടലിനഗാധമാം